ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെറ്ററിനറി സയൻസിനകത്ത് വരുന്നുള്ള എഗ്ഗിൻ്റെ മൊത്തം കാര്യങ്ങൾ കേട്ടോ. അതിനകത്ത് പല പല ഭാഗങ്ങളായിട്ടാണ് എഗ്ഗ് കൊടുത്തത്. അപ്പോൾ എഗ്ഗിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു എഗ്ഗ് എടുക്കുകയാണെങ്കിൽ അതിന് മെയിനായിട്ട് 4 കോമ്പോണൻസ് ആണ് ഉള്ളത്. എത്രയാണ്? 4 കോമ്പോണൻസ് ഉണ്ട്. ആദ്യമായിട്ട് സ്ട്രക്ചറാണ് കേട്ടോ, എഗ്ഗിൻ്റെ സ്ട്രക്ചർ. അതിനുശേഷം കെമിക്കൽ കോമ്പോസിഷൻ, അങ്ങനെ ഓരോന്നിലോട്ട് പോവാം. ആദ്യം ഇപ്പോൾ സ്ട്രക്ചർ നോക്കുമ്പോൾ 4 കോമ്പോണൻസ് ഉണ്ട്. ഒന്ന് നമുക്കറിയാം, എഗ് ഷെല്ലുണ്ട് അല്ലേ. പിന്നെ ഒരു ഷെൽ മെംബ്രെയിൻ ഉണ്ട്. എന്തുണ്ട്? ഒരു ഷെൽ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ എഗ് വൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ആൽബുമിൻ എന്ന് പറയാം. ആൽബുമിൻ അല്ലെങ്കിൽ എഗ് വൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എഗ് യോക്ക്. അങ്ങനെ 4 കോമ്പോണൻസ് ആണ് മെയിനായിട്ട് എന്തിന് വരുന്നുള്ളത്, നമ്മുടെ എഗ്ഗിന് വരുന്നുള്ളത്. ഇതാണ് മെയിനായിട്ട് എഗ്ഗിൻ്റെ സ്ട്രക്ചർ. ഇതിനകത്ത് എഗ്ഗ് ഷെല്ല് പറയുമ്പോൾ നമുക്ക് 11% എഗ് ഷെല്ലിൽ പോകുന്നുണ്ട്. 11% എഗ് ഷെല്ലാണ്. 31% എഗ് യോക്കാണ്. ഷെല്ല് ഒരു മൊത്തത്തിലൊരു എഗ്ഗ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 11% അതിൻ്റെ ഷെല്ലാണ്. 31% എന്ത് വരും? എഗ് യോക്ക് വരും. പിന്നെ 58% നമ്മുടെ എഗ് വൈറ്റ് അല്ലെങ്കിൽ ആൽബുമിൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് വരുന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൽബുമിനാണുള്ളത്. പിന്നെ എഗ് യോക്ക്, പിന്നെയാണ് എഗ്ഗ് ഷെല്ല് വരുന്നുള്ളത്. അതൊരു 11% ആണ് വരുന്നുള്ളത്. പിന്നെ ഈ എഗ് യോക്ക് ഡെവലപ്പ് ചെയ്യുന്നുള്ളത്, നമുക്കറിയാം ഓവറിൽ നിന്നാണ് എഗ്ഗ് ഡെവലപ്പ് ചെയ്യുന്നല്ലേ. എഗ്ഗ് ഡെവലപ്പ് ചെയ്യുന്നത് ഓവറിൽ നിന്നാണ്. അതിനകത്ത് എഗ്ഗ് യോക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഫങ്ഷണൽ ആയിട്ടുള്ള ലെഫ്റ്റ് ഓവറിൽ നിന്നാണ്. റൈറ്റ് ഓവറി, ലെഫ്റ്റ് ഓവറി, പെയർ ഓഫ് ഓവറീസ് ആണല്ലോ ഉള്ളത്. അതിനകത്ത് ലെഫ്റ്റ് ഓവറിൽ നിന്നാണ്, ഫങ്ഷണൽ ആയിട്ടുള്ള ലെഫ്റ്റ് ഓവറിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന എഗ് യോക്ക് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. എഗ് യോക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്, ഫങ്ഷണൽ ആയിട്ടുള്ള ലെഫ്റ്റ് ഓവറിൽ നിന്നാണ്. അതും എപ്പോഴാണ്? ഡ്യൂറിങ് ദ ഫൈനൽ 10 days ബിഫോർ റിലീസ്. അപ്പോൾ എന്താണ്, ഒരു 10 days ഫൈനൽ റിലീസിന് തൊട്ട് മുന്നേയുള്ള 10 ദിവസം മുന്നേയുള്ള ദിവസം ഉണ്ടല്ലോ, അന്നാണ് ഇവിടെ എന്താണ് ഓവറിൽ നിന്ന് ഈ എഗ് യോക്ക് റിലീസ് ചെയ്യുന്നുള്ളത്. പിന്നെ എന്ത് സംഭവിക്കും? ഈ എഗ് യോക്ക് റിലീസ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആൽബുമിൻ ഇങ്ങനെ കവർ ചെയ്ത് വരും. എഗ് യോക്ക് അതിന് ചുറ്റുമായിട്ട് എന്താണ്, അതിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് എന്ത് വരും? ഒരു ജെല്ല് അല്ലെങ്കിൽ ആൽബുമിൻ അല്ലേ, ജെല്ല് പോലുള്ളൊരു സാധനമാണ് ആൽബുമിൻ അല്ലെ, എഗ് വൈറ്റ്. അതതിനെ കവർ ചെയ്ത് വരും. പിന്നെ ഇത് സെക്രീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് അതിൻ്റെ ഷെല്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളത് കേട്ടോ. ഷെൽ മെംബ്രെയിൻ വരും, അതിന് മേലെയാണ് ഷെൽ വരുന്നുള്ളത്. അപ്പോൾ ആദ്യം എഗ് യോക്ക് ഒരു 10 ദിവസം മുന്നേ വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ റിലീസ് ചെയ്യുന്നതിന് കുറച്ചൊരു അവേഴ്സ് മുന്നെയാണ് എഗ് വൈറ്റ് വരുന്നുള്ളത്. അതിനും കഴിഞ്ഞിട്ടാണ് ഷെൽ മെംബ്രെയിനും. അതുപോലെ തന്നെ ഒരു 16 hours മുന്നേ ആയിട്ട് നമുക്ക് എന്ത് വരാം, ഒരു പറഞ്ഞിരിക്കുന്ന ഈ എഗ് ഷെല്ലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അത് ലേഡ് ചെയ്യുന്നു. അതാണ് എഗ്ഗിനെ കുറിച്ച് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ പറയേണ്ടത്. ഇനി നമ്മൾ ഷെല്ല് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സാധാരണ മനസ്സിലായാലും എങ്ങനെയാണ് ഒരു എഗ്ഗ് എന്നൊക്കെ നമുക്ക് ഏകദേശം ധാരണ കിട്ടി. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അതായത് എഗ്ഗ് ഷെല്ല് എന്താണ്, എഗ്ഗ് ഷെല്ലിനകത്തുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സ്, ഒരു ലെയർ മാത്രമല്ല എഗ്ഗ് ഷെല്ലിനകത്ത്, ആ ഡിഫറെൻറ്റ് ലെയേഴ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. നമുക്കറിയാം ഷെല്ല് എന്ന് വെച്ചാൽ എന്താണ്? ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവറിങ് അല്ലേ. ഔട്ടർ ആയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുക, എഗ് ഷെല്ലെന്ന് പറയുന്നത്. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? 11% ആണ് പറയുന്നത്. എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇതൊരു എഗ്ഗ് ആണെങ്കിൽ, ഈ എഗ് ഷെല്ലാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള, നമുക്ക് കാണാൻ പറ്റാത്തത്ര ചെറുതായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള പോർസ് ഉണ്ട്. ആ പോർസിനൊക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു കെരാറ്റിൻ ലെയർ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ എഗ് ഷെല്ലിനകത്ത് മൈന്യൂട്ട് പോർസ് ഉണ്ട്. ആ പോർസിനെ കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു കെരാറ്റിൻ ലെയർ അതിൻ്റെ പുറമേണ്ട് കേട്ടോ. ഒരു കെരാറ്റിൻ ലെയർ അതിൻ്റെ പുറമേണ്ട്. ഈ പോർസ് ശരിക്കും എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ലോസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നടക്കുന്നുണ്ട്. അതായത് ഈ മുട്ടക്കകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എഗ്ഗ് ലേ ചെയ്തതിന് ശേഷം ഫ്യൂ അവേഴ്സിനുള്ളിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് അവിടെ നടക്കും. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ലോസ് നടക്കുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന പോർസിലൂടെയാണ്. അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റും, അതായത് എഗ്ഗ് പഴകുന്നതിനനുസരിച്ചിട്ട് എഗ്ഗിൻ്റെ വെയിറ്റ് കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ്? ഒന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു, അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റും ലോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും പോകുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന പോർസിലൂടെയാണ്. അപ്പോൾ ഈ പഴകും തോറും മോയ്സ്ചർ കണ്ടൻറ്റ് അവിടെ കൂടി അതായത് കുറഞ്ഞു പോകും, ലോസ് കൂടി പോവും. ഓക്കെ, പിന്നെ ചിലത്, അതായത് ഇപ്പോൾ ഏകദേശം എല്ലാം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും മോയ്സ്ചറിൻ്റെയും പാസേജ് മാത്രമേ സമ്മതിക്കുന്നുള്ളൂ. അതായത് ഒരുപാട് പോർസ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൽ ഹാർഡ്ലി ഒരു 10 to 20 പോർസിനകത്ത് ബാക്ടീരിയൻ്റെ പാസേജ് കൂടി നടക്കും. അപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ അതിനകത്ത് കയറുകയാണെങ്കിൽ എന്താവും?
സ്പോയിലേജ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ പോർസിനകത്തും ബാക്ടീരിയ പാസ് ചെയ്യില്ല. ഹാർഡ്ലി ഒരു 20 പോർസിനകത്ത് 10 to 20 പോർസിലൂടെ ബാക്ടീരിയക്കും അകത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോർസ് ഉണ്ട്, അത് കവർ ചെയ്തിട്ട് ഒരു കെരാറ്റിൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കെരാറ്റിൻ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ വാഷ് ചെയ്ത് പോകുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോയ്സ്ചറിൻ്റെ ഒക്കെ കണ്ടൻറ്റ് കൂടുതലായിട്ട് നഷ്ടപ്പെടുന്നുള്ളത്. ഇനി ഈ ഷെല്ലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് 3 ലെയർ ഉണ്ട്. ABC എന്ന് പറഞ്ഞ 3 ലെയർ ഉണ്ട്. ആദ്യത്തെയാണ് നമ്മൾ പറഞ്ഞ കെരാറ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഔട്ടർ ക്യൂട്ടിക്കിൾ. ഇതാണ് കെരാറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഔട്ടർ. പിന്നെ ഒരു മിഡിലായിട്ടൊരു സ്പോഞ്ചി ലെയർ ഉണ്ട്, അതായത് കാൽഷ്യം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പോഞ്ചി ലെയർ ഉണ്ട്. പിന്നെ ഒരു ഇന്നറായിട്ട് ഒരു മാമ്മറി ലെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സെൽ എടുക്കുകയാണെങ്കിൽ ഔട്ടർ ക്യൂട്ടിക്കിൾ ഉണ്ട്, കെരാറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ആ പോർസിനൊക്കെ മേലെയായിട്ട്. പിന്നെ ഒരു മിഡിൽ സ്പോഞ്ചി ലെയർ വരുന്നുണ്ട്, അത് കാൽഷ്യം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ ഒരു ഇന്നർ മാമ്മറി ലെയർ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാൽഷ്യം ഈ 2 മെമ്പറിൻ്റെ ഇടയിലായിട്ട് കാൽക്കാരിയസ് ലെയർ എന്ന് പറയും. ഈ പറഞ്ഞിരിക്കുന്ന ഫൈബേഴ്സ്, ഇതിനകത്ത് ഒരുപാട് മെട്രിക്സ് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഈ ഷെല്ലിനകത്ത്. ആ ഫൈബേഴ്സാണ് നമ്മുടെ ഷെല്ലിനൊരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഒരു സ്ട്രെങ്ത്തൊക്കെ കൊടുക്കുന്നുള്ളത്. ഓക്കെ, അത് വെറുതെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നില്ല, അതിനൊരു സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അതിനൊരു സ്ട്രക്ചറൊക്കെ കൊടുക്കുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ലെയേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഈസിലി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെല്ലാണ് ഈ എഗ് ഷെൽ എന്ന് പറയുന്നത്. ഈസിലി ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബ്രിട്ടിൽ കൂടിയാണ്. അതെ, അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. നമ്മളൊന്ന് തട്ടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ എന്താ പറഞ്ഞാൽ 10 to 20 പോർസിലൂടെ ബാക്ടീരിയാസ് കടന്നു എന്ന് പറഞ്ഞു. ടോട്ടൽ എത്ര പോർസ് ഉണ്ടെന്ന് വെച്ചാൽ അപ് ടു 7,000 to 17,000 പോർസാണ് ഒരു എഗ് ഷെല്ലിനകത്ത് ഉള്ളത്. എത്രയുണ്ട്? ഒരു 7K to 70,000 K ആണ് ഇതിനകത്ത് വരുന്നുള്ളത്. ഇത് ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കൺസ്യൂം ചെയ്യാൻ മാത്രമല്ലല്ലോ നമ്മൾ എഗ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ശരിക്കും ഒരു എംബ്രിയോ അല്ല ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളത്. അപ്പോൾ ആ എംബ്രിയോക്ക് വേണ്ടിയിട്ടുള്ള ഗ്യാസിൻ്റെ ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ മോയ്സ്ചറിൻ്റെ ലോസൊക്കെയാണ് ഇവിടെ നടക്കുന്നുള്ളത്. ആ കവറിനെയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്ന എന്തെന്ന് പറഞ്ഞത്, നമ്മുടെ ഈ സ്മോൾ ഹോൾസിനെയാണ് കെരാറ്റിൻ വെച്ചിട്ടുള്ള കവർ വെച്ചിട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ ഈ കെരാറ്റിൻ ലെയറിനെ കുറിച്ച് കൂടുതലായിട്ട് വരുമ്പോൾ അതൊരു മ്യൂക്കോ പ്രോട്ടീൻ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലെയറാണ് കേട്ടോ. മ്യൂക്കോ പ്രോട്ടീൻ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലെയറാണ്. അതിനെയാണ് നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലൂം എന്ന് വിളിക്കാം. അപ്പോൾ എന്താ പറഞ്ഞാൽ കെരാറ്റിൻ്റെ ആ ലെയർ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ പോർസിനൊക്കെ കവർ ചെയ്യുന്ന ഒരു ലെയർ, അതാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്യൂട്ടിക്കിൾ ലെയർ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്യൂട്ടിക്കിൾ ലെയർ ഉണ്ടെങ്കിൽ എന്താണ് പോർസ് എപ്പോഴും അങ്ങനെ അടഞ്ഞു കിടക്കും. അങ്ങനെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും സ്പോയിലേജ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ക്യൂട്ടിക്കിളിൻ്റെ എന്താ പറയുക മ്യൂക്കോ പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നമ്മൾ ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ ബ്ലൂം എന്ന് കൂടി വിളിക്കുന്നു. ഓക്കെ, ബ്ലൂം അല്ലെങ്കിൽ ക്യൂട്ടിക്കിൾ എന്നും കൂടി അറിയപ്പെടുന്ന ഒരു ലെയറാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കെരാറ്റിൻ ലെയർ എന്ന് പറയുന്നത്. പിന്നെ ഈ കെരാറ്റിൻ ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻട്രിയും നമുക്കവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്ന് പറയുമ്പോൾ ചില ഷെൽസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, ചിലതെന്ന് പറയുന്നത് റഫായിരിക്കും. അതൊക്കെ ആ ഹെന്നിന് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ചിക്കൻ്റെ എഗ്സ് ആണ് കൺസ്യൂം ചെയ്യുക. അല്ലാണ്ട് നമുക്ക് ഡക്കിൻ്റെ എഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ബേർഡ്സിൻ്റെ എഗ്സ് നമുക്കവിടെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോഴീൻ്റെ ആണ് അല്ലേ. അപ്പോൾ ആ നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഷെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഷെൽസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തിക്നെസ് കൂടി പഠിക്കണം. 0.31 കണ്ടിട്ടുണ്ട്, 0.35 mm ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 0.31, 0.35 ഒക്കെയാണ് ഒപ്റ്റിമം ആയിട്ട് പറയുന്നത്. ഓരോ റെഫറൻസിൽ ഓരോ വാല്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 0.31 to 0.35 ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒപ്റ്റിമം തിക്നെസ് ഓഫ് ദ ഷെല്ല് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഈ എഗ്ഗിൻ്റെ കേസ് പറയുമ്പോൾ ഒരു എൻഡ് എന്തായിരിക്കും, ബ്രോഡർ ആയിരിക്കും അല്ലേ. ഒരു എൻഡ് ബ്രോഡർ ആയിരിക്കും. ഏതൊരു എഗ്ഗ് എടുക്കുകയാണെങ്കിലും നമുക്കറിയാൻ പറ്റും ഒരു സൈഡ് ബ്രോഡർ ആയിരിക്കും. പിന്നെ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കാണാറില്ലേ, അതായത് ഇത്ര മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ, ഇത്ര ഭാഗം കാണാറില്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയുക എയർ സെൽ എന്ന് പറയും. എയർ സെൽ എന്ന് പറയും. അതായത് ഈ മുട്ട അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ലൂസും കൂടെ ആദ്യം നമ്മൾ മുട്ട ലേ ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ ഉണ്ടാവും, അതിനകത്ത് ഫുൾ കവേർഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ടൈം പോകുന്നതിനനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന
എയർ സെല്ല് ഇങ്ങനെ കൂടിക്കൂടി വരും. അതായത് മുട്ട പഴകുന്നതിനനുസരിച്ച് എയർ സെല്ലിൻ്റെ ഗ്യാപ്പ് കൂടിക്കൂടി വരും. ആദ്യം കുറച്ചേ ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഗ്യാസും അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻ്റൊക്കെ, അതായത് എഗ്ഗ് ചുരുങ്ങിയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഈ പറഞ്ഞിരിക്കുന്ന എയർ സെല്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അല്ലേ, മുട്ട പൊട്ടിക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെന്തായിരുന്നു പറഞ്ഞ, ഒരു ഷെല്ലുണ്ട്, പിന്നെ ഒരു ഷെൽ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ എഗ് യോക്ക്, എഗ് വൈറ്റ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഷെല്ലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഷെൽ മെംബ്രെയിനെ കുറിച്ച് പറയാൻ പോവാണ്. ഷെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഷെൽ മെംബ്രെയിനുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഷെൽ മെംബ്രെയിനുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മുട്ട പൊട്ടിക്കുമ്പോൾ ചെറിയൊരു മെംബ്രെയിൻ നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ മെംബ്രെയിൻ തന്നെ ഔട്ടർ തിക്കും ഇന്നർ തിന്നുമുണ്ട്. ഔട്ടർ തിക്ക് അതുപോലെ തന്നെ ഇന്നർ തിന്ന്, 2 ടൈപ്പ് മെംബ്രെയിനാണ് ഇവിടെ ഉള്ളത്. ഔട്ടർ തിക്കും അതുപോലെ തന്നെ ഇന്നർ തിന്നും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെപ്പറബിൾ ആണ്. ഓക്കെ, ഇൻസെപ്പറബിൾ ആണ്. പിന്നെ നമ്മൾ ഒരു ബ്രോഡർ എൻഡ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പറഞ്ഞ ഒരു എഗ്ഗ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് മാത്രം ബ്രോഡറായിട്ട് കാണിക്കും. ആ സൈഡിൽ മാത്രം നമുക്കിതിനെ കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ എയർ സെല്ല് ഉണ്ടല്ലോ, ആ സ്ഥലത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന സെൽ മെംബ്രെയിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ എയർ സെല്ല് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, നമ്മുടെ മോയ്സ്ചറും ഗ്യാസിൻ്റെ ലോസും മൂലം നമ്മുടെ എഗ്ഗ് ഷ്രിങ്ക് ചെയ്യും. ആ ഷ്രിങ്ക് ചെയ്യുമ്പോഴാണ് എയർ സെൽ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളത്. പിന്നെ ഈ ഷെല്ലിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷെൽ മെംബ്രെയിൻസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 2 മെംബ്രെയിൻസും എന്തുണ്ട്, അതിനകത്തും എന്തുണ്ട്, ഫൈബേഴ്സും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോർസും ഉണ്ട്. ഫൈബേഴ്സും എന്തുണ്ട്, പോർസും ഉണ്ട്. പിന്നെ നമ്മൾ ഔട്ടർ തിക്കും ഇന്നർ തിന്ന് പറഞ്ഞില്ലേ, ഔട്ടർ തിക്ക് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു 48 മൈക്രോമീറ്റർ ആയിരിക്കും. ഇന്നർ തിന്ന് പറയുമ്പോൾ ഒരു 22 മൈക്രോമീറ്റർ ആയിരിക്കും. 48 അതുപോലെ തന്നെ 22 ആണ് അതിൻ്റെ തിക്നെസ് ആയിട്ട് വരുന്നുള്ളത് കേട്ടോ. അതാണ് അതിൻ്റെ തിക്നെസ്സിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഔട്ടർ തിക്ക് മെമ്പേഴ്സിനകത്ത് 6 ലെയേഴ്സ് വരുന്നുണ്ട്. 6 ലെയേഴ്സ് ഒന്നിച്ച് കൂടി ചേർന്നിട്ടാണ്, 6 ലെയേഴ്സ് ഫൈബേഴ്സ് ഒന്നിച്ച് കൂടിയിട്ടാണ് ഈ ഔട്ടർ തിക്ക് മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ ആണെങ്കിൽ 2 ലെയേഴ്സ് ആണ്. അങ്ങനെ കൂടി ചേർന്നിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് പ്രോട്ടീനും ഉണ്ട്, ഈ ലെയേഴ്സിനകത്ത് പ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ പോളിസാക്കറൈഡ്സും ഉണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഷെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എഗ്ഗ് ലേ ചെയ്യുന്ന സമയത്ത്, അതായത് എഗ്ഗിൻ്റെ ഹെഡിൻ്റെ ബോഡിക്കകത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, പക്ഷെ പുറമേ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവിലുള്ള സ്ഥലത്തേക്കാണ് എഗ്ഗ് ലേ ചെയ്യുന്നതോടുകൂടി തന്നെ അവിടെയും ഒരു ഷ്രിങ്കേജ് നടക്കുന്നുണ്ട്. കോൺട്രാക്ഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് പറയും. നമ്മുടെ എഗ്ഗിനകത്തുള്ള എല്ലാ സാധനങ്ങളും, എഗ്ഗ് കണ്ടൻസിൻ്റെ ഒക്കെ ഒരു കോൺട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഒരു എയർ സെൽ അവിടെ ഫോം ചെയ്യുന്നുള്ളത്. അതുവരെ അവിടെ എയർ സെൽ ഉണ്ടാവില്ല. എയർ സെൽ ഫോം ചെയ്യുന്നുള്ളത് ഈ കോൺട്രാക്ഷൻ മൂലമാണ്. ബിറ്റ്വീൻ ദ ഷെൽ മെംബ്രെയിൻസ് ആൻഡ് ദ എൻഡ് ഓഫ് ദ എഗ്, എഗ്ഗിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരും ഷെൽ മെംബ്രെയിൻസും തമ്മിലാണ് ആ ഒരു എയർ സെല്ല് ഫോം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഷെൽ മെംബ്രെയിൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെയാണ്, എയർ സെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് അടുത്ത ആളാണ് നമ്മുടെ ആൽബുമിൻ, അല്ലേ, എഗ് വൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആൽബുമിൻ. എത്ര പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത്, 58% ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് 4 ലെയേഴ്സ് ആയിട്ടാണ് ഏതുള്ളത്, എഗ് ആൽബുമിൻ ഉള്ളത്. ഔട്ടർ തിന്ന് അതുപോലെ തന്നെ ഔട്ടർ തിക്ക്, അതുപോലെ തന്നെ ഇന്നർ തിന്ന്, അതുപോലെ തന്നെ ഇന്നർ തിക്ക്, ഇന്നർ തിന്ന് അതുപോലെ തന്നെ ഇന്നർ തിക്ക്. അങ്ങനെ 4 ലെയറായിട്ടാണ് ഏത് വരുന്നുള്ളത്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എഗ് വൈറ്റ് വരുന്നുള്ളത്. ഈ ഇന്നർ തിക്കിന് നമ്മൾ ചലാസിഫറസ് ലെയർ എന്ന് കൂടി അറിയപ്പെടും. ചലാസിഫറസ് ലെയർ എന്ന് കൂടി അറിയപ്പെടുന്നത് ഇന്നർ തിക്കാണ്, ചലാസിഫയർ ലെയർ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന തിക്കിൻ്റെയും തിന്നിൻ്റെയും കോമ്പോസിഷൻ, അതായത് എത്ര പെർസെൻറ്റേജ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്, വാരി ചെയ്യും കേട്ടോ, ഏത് ബ്രീഡാണ്, അതിൻ്റെ പോലെ തന്നെ നമ്മുടെ ഹെന്നിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോഴീൻ്റെ ഏജ് എത്രയാണ്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ കോമ്പോസിഷൻ വാരി ചെയ്യുക. പക്ഷെ എപ്പോഴും തിക്കിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും മോറായിരിക്കും. തിക്കിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും മോറായിരിക്കും. പിന്നെ ഈ ഇന്നർ തിക്ക് വൈറ്റ് ലെയർ ഉണ്ടല്ലോ, അതിനൊരു വൈറ്റ്ലിൻ മെംബ്രെയിൻ ഉണ്ട്. വൈറ്റ്ലിൻ മെംബ്രെയിൻ ഉണ്ട്. ഇന്നർ തിക്ക് മെംബ്രെയിൻ്റെ ഉള്ളിലാണ് എഗ് യോക്ക് വരിക. ഇത് ആൽബുമിനകത്ത് തന്നെ ഇന്നർ തിക്കില്ലേ, ആ ഇന്നർ തിക്ക് കഴിഞ്ഞിട്ടാണ് എഗ് യോക്ക് വരിക. അപ്പോൾ ഇത് രണ്ടിനും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു വൈറ്റലിൻ മെംബ്രെയിൻ ഉണ്ട്. വൈറ്റലിൻ മെംബ്രെയിൻ ഉണ്ട്. അതും ഒരു ഫൈബർ ലൈക്ക് സ്ട്രക്ചറാണ് കേട്ടോ. അതും ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്.
പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് ചലാസിഫറസ് എന്ന് പറഞ്ഞില്ലേ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ വൈറ്റൽ മെംബ്രെയിനകത്താണ് എഗ് യോക്ക് വരിക. അപ്പോൾ ഈ എഗ് യോക്കിന് എഗ്ഗിനകത്ത് പിടിച്ചു നിർത്തുന്നത് ചലാസെ വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്? ചലാസെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഇന്നർ തിക്ക് മെംബ്രെയിനെ നമ്മൾ ചലാസിഫറസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആ മെംബ്രെയിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ചലാസ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. സാധാരണ നമ്മൾ മുട്ട പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് എഗ്ഗ് വൈറ്റ്. ആ 4 ലെയർ വൈറ്റൽ മെംബ്രെയിനകത്താണ് എഗ്ഗ് യോക്ക് വരിക. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വൈറ്റൽ മെംബ്രെയിൻ ഉള്ളത്. പിന്നെ ഈ വൈറ്റൽ മെംബ്രെയിന് തൊട്ട് മുൻപായിട്ട് ചലാസിഫറസ് വരും. ആ ചലാസിഫറസ് രണ്ടറ്റത്തായിട്ടുണ്ടാവും ചലാസെ. അത് വെച്ചിട്ടാണ് നമ്മുടെ എഗ്ഗ് യോക്ക് നമ്മുടെ എഗ്ഗിനകത്ത് പിടിച്ച് നിൽക്കുന്നത്. പിന്നെ 4 ലെയേഴ്സിൻ്റെ ഔട്ടർ തിന്നൊക്കെ അത് വാരി ചെയ്യും ബേസ്ഡ് ഓൺ ഏജ് ആൻഡ് ബ്രീഡ്. ഇനി യോക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 31% ആണ് യോക്ക് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ എന്ന് പറയുമ്പോൾ ഒന്ന് വൈറ്റലിൻ മെംബ്രെയിൻ വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്? വൈറ്റലിൻ മെംബ്രെയിൻ വരുന്നുണ്ട്. പിന്നെ കുറച്ച് കോൺസെൻട്രിക് റിങ്സ് വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്? കോൺസെൻട്രിക് റിങ്സ് വരുന്നുണ്ട്. ഈ നമ്മളെ വൈറ്റലിൻ മെംബ്രെയിനകത്ത് കോൺസെൻട്രിക് റിങ്സ് വരും. ലൈറ്റും അതുപോലെ തന്നെ ഡാർക്കായിട്ട് ചില കോൺസെൻട്രിക് റിങ്സ് വരുന്നുണ്ട്. അതിന് ശേഷമാണ് എന്ത്? ലാറ്റബ്ര വരുന്നത്. എന്ത് വരും? ലാറ്റബ്ര. അപ്പോൾ കോൺസെൻട്രിക് റിങ്ങിന് ശേഷം ലാറ്റബ്ര വരും. പിന്നെയാണ് എന്താന്ന് പറയുന്നത്? ജെർമിനൽ ഡിസ്ക്. എന്തുണ്ട്? ജെർമിനൽ ഡിസ്ക് ഉണ്ട്. ഈ ജെർമിനൽ ഡിസ്കിൽ വെച്ചിട്ടാണ് എന്താണ് അവരുടെ എംബ്രിയോ ഡെവലപ്മെൻറ്റൊക്കെ ബ്ലാസ്റ്റായിട്ട് പിന്നെ അത് മാറുന്നുള്ളത്. അപ്പോൾ ജെർമിനൽ ഡിസ്ക്. ഓക്കെ. അപ്പോൾ ലാറ്റബ്രേൻ്റെ കോൺ സൈഡിലാണ് അത് ഉണ്ടാവുക. ഈ ലാറ്റബ്ര എന്ന് പറയുന്നത് ഒരു കോൺ ഷേപ്പ്ഡ് ആയിരിക്കും. കോൺ ലൈക്ക് പോർഷൻ ആയിരിക്കും. നമ്മുടെ യോക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കോൺ ലൈക്ക് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇപ്പോൾ ഇത് എഗ്ഗ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഒരു കോൺ ലൈക്ക് പോർഷനാണ്. സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അതാണ് ലാറ്റബ്ര എന്ന് പറയുന്നത്. ഈ ലാറ്റബ്രേൻ്റെ എവിടെ വരും? ഇതിൻ്റെ കോണിൽ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ജെർമിനൽ ഡിസ്കും ഉണ്ടാവുക. പിന്നെ എഗ് യോക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ബോൾ ലൈക്ക് സ്ട്രക്ചറാണ്. യെല്ലോയിഷ് കളറാണ്. പിന്നെ ലൈറ്റ് പെയിൽ തൊട്ട് റെഡിഷ് യെല്ലോ വരെ കളേഴ്സ് ഉണ്ടാവാറുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറ്ററി പാറ്റേൺ. നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ചിട്ട് ലൈറ്റ് യെല്ലോവും അതുപോലെ തന്നെ ഒരു റെഡിഷ് യെല്ലോ വരെ കളേഴ്സ് അവിടെ വാരി ചെയ്യാറുണ്ട്. പിന്നെ വൈറ്റൽ മെംബ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കോൺസെൻട്രിക് റിങ്സ് പറഞ്ഞില്ലേ, അതൊരു 7 to 9 കോൺസെൻട്രിക് റിങ്സ് വരുന്നുണ്ട് കേട്ടോ. 7 to 9 കോൺസെൻട്രിക് റിങ്സ് വരുന്നുണ്ട്. പിന്നെ 7 to 9 കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ലാറ്റബ്ര എന്ന് പറയുമ്പോൾ ഒരു കോൺ ലൈക്ക് സ്ട്രക്ചറാണെന്ന് പറഞ്ഞു. അതായത് നെക്ക് ലൈക്ക് സ്ട്രക്ചറാണ് എന്ത് ലാറ്റബ്ര എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജെർമിനൽ ഡിസ്കിനെ പിടിച്ച് വെക്കുന്നുള്ളത്. ഓക്കെ ആണല്ലേ. പിന്നെ എഗ് യോക്കിനകത്ത് കുറച്ച് കരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് ഉണ്ട്. ആ കരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് ആണ് ഇതിനൊരു യെല്ലോ ടു റെഡിഷ് യെല്ലോ കളർ കൊടുക്കുന്നുള്ളത്. അല്ലാണ്ട് ഈ കരോട്ടിനോയിഡിന് ഒരു എന്താണ് ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ല കേട്ടോ. കരോട്ടിനോയിഡ് പ്രസൻ്റ് ആണ്, പക്ഷേ ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും ഇല്ല. ഇത് ഒരുപാട് റെഫറൻസ് ഇവിടുന്നൊക്കെ എടുത്തു വെച്ച് പറയുന്നതാണ്. അതുകൊണ്ടാണ് ചെറിയൊരു എന്താ പറയണ്ടേ സ്ലോ ആയിട്ട് പറയുന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ജെർമിനൽ ഡിസ്കിനെ നമ്മൾ ബ്ലാസ്റ്റോഡേം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ബ്ലാസ്റ്റോഡേം എന്നുകൂടി നമ്മൾ അറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്? ന്യൂക്ലിയസ് ഓഫ് പാൻഡർ എന്നുകൂടി നമ്മൾ ഇവിടെ അറിയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ എന്താണ് നേരത്തെ പറഞ്ഞ ലാറ്റബ്രയായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ബ്ലാസ്റ്റോഡേം എന്ന് പറഞ്ഞാലും ന്യൂക്ലിയസ് ഓഫ് പാൻഡർ എന്ന് പറഞ്ഞാലും നമ്മുടെ ജെർമിനൽ ഡിസ്ക് തന്നെയാണ്. പിന്നെ എയർ സെൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു മുട്ട എടുത്തിട്ട് നിങ്ങൾ പുഴുങ്ങിയ മുട്ട എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് അവിടെ കാണാറുണ്ട്. അതിനെയാണ് നമ്മൾ എയർ സെൽ എന്ന് പറയുന്നത്. എയർ സെൽ എന്ന് പറയുന്നത് ഫ്രഷ് എഗ്ഗിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ലേ ചെയ്യുന്നില്ലേ, ആ സമയത്ത് നമുക്ക് നോക്കിയാൽ എയർ സെൽ അവിടെ കാണാൻ പറ്റില്ല. പിന്നീട് അത് കോൺട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് മോയ്സ്ചറും അതുപോലത്തെ സാധനങ്ങളൊക്കെ ലോസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന എയർ സെല്ലിൻ്റെ വോളിയം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുള്ളത്. ഇല്ലാണ്ട് നമുക്കവിടെ എയർ സെൽ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് എഗ്ഗിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് കോമ്പോസിഷൻ നോക്കാം. കോമ്പോസിഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മളെന്താ പറഞ്ഞത് 58% എഗ്ഗ് വൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെർസെൻറ്റേജിൻ്റെ ബേസിസിലാണ് നമ്മളെല്ലാം പറഞ്ഞത്. 31%, 11% എന്നൊക്കെ പറഞ്ഞത്. ഇനി നമ്മൾ ഗ്രാമിൻ്റെ ബേസിസിലോട്ട് കിടക്കാൻ പോകണം. ഒരു എഗ്ഗിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 45 to 50 grams ഒക്കെ ആയിരിക്കും. 45 to 50 grams ആയിരിക്കും. അതിനകത്താണ് 58% നമ്മുടെ ആൽബുമിനും പിന്നെ എഗ് യോക്കും അതുപോലെ തന്നെ എഗ് ഷെല്ലും വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളൊരു ഹോൾ എഗ്ഗ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 58% ഇത് അതുപോലെ തന്നെ
ഇത് പറഞ്ഞല്ലോ, ആൽബുമിൻ എത്രയാണ്, യോക്ക് എത്രയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 65% ആണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ അറിയുന്നത്. മൊത്തത്തിൽ ഒരു എഗ്ഗ് എടുക്കുകയാണെങ്കിൽ 65% വാട്ടർ വരും. ആൽബുമിൻ എടുക്കുകയാണെങ്കിൽ 88% ആണ് വാട്ടർ വരിക. ഇനി യോക്ക് എടുക്കുകയാണെങ്കിൽ 48% ആണ് വാട്ടർ വരിക. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, വാട്ടർ എഗ് യോക്കിനകത്ത് 48% വാട്ടർ വരും, നമ്മുടെ ആൽബുമിനകത്ത് 88% വാട്ടർ വരും. നമ്മുടെ ഇതിനകത്ത് മൊത്തത്തിലൊരു എഗ്ഗ് എടുക്കുകയാണെങ്കിൽ 65% ആണ് വാട്ടർ വരിക. പിന്നെ പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ ഹോൾ എഗ്ഗ് എടുത്താൽ 11 ആണ്, എഗ്ഗ് വൈറ്റ് എടുത്താൽ 11 grams ആണ്, 11% ആണ് കേട്ടോ, പെർസെൻറ്റേജ് ആണ്. ഇനി അതുപോലെ തന്നെ എഗ്ഗ് യോക്ക് എടുത്താൽ 17% ആണ് പ്രോട്ടീൻ വരുന്നുള്ളത്. അപ്പോൾ പ്രോട്ടീൻ നമ്മുടെ എഗ്ഗ് യോക്കിനകത്തും ഹോൾ എഗ്ഗ് എടുത്താലും 11% ആണ്, പക്ഷേ എഗ്ഗ് യോക്ക് മാത്രം എടുത്താൽ അവിടെ 17% ആണ് വരുന്നുള്ളത്. പിന്നെ ഫാറ്റ് എടുത്താൽ 17% തന്നെയാണ് ഹോൾ എഗ്ഗിനകത്ത് വരുന്നുള്ളത്. പിന്നെ നമ്മുടെ പ്രോട്ടീൻ്റെ ഇതിൻ്റെ കേസിൽ, ആൽബുമിൻ്റെ കേസിൽ അവിടെ 0% ആണ് ഫാറ്റ് വരുന്നുള്ളത്. പിന്നെ എഗ്ഗ് യോക്കിൻ്റെ കേസിൽ 32% ഫാറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ഇതിനകത്ത് ഓരോ സാധനങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ വാട്ടർ നമ്മുടെ എഗ്ഗ് യോക്കിനകത്ത് മൊത്തത്തിലുള്ള എഗ്ഗ് എടുത്താൽ 65% ആണ്, എഗ്ഗ് വൈറ്റ് എടുത്താൽ 88% ആണ്, എഗ്ഗ് യോക്ക് എടുത്താൽ 48% ആണ് വാട്ടർ എന്നുള്ളത്. ഇനി പ്രോട്ടീൻ നോക്കി, എഗ്ഗ് വൈറ്റിനകത്തും എഗ്ഗ് മൊത്തത്തിലെടുത്താലും 11 gram വരിക, എഗ്ഗ് യോക്ക് മാത്രം എടുത്താൽ 7% ആണ്, ഗ്രാം അല്ല, 17% ആണ് വരിക. അതിന് ഫാറ്റ് എടുത്താൽ എഗ്ഗ് വൈറ്റിനകത്ത് 11 വരും, പ്രോട്ടീനും ഫാറ്റും ഏകദേശം നമ്മുടെ മൊത്തത്തിലുള്ള എഗ്ഗ് എടുത്താൽ സെയിം തന്നെയാണ് വരിക. പിന്നെ ഫാറ്റ് എഗ്ഗ് വൈറ്റിനകത്ത് പ്രസൻ്റ് അല്ല, എഗ്ഗ് യോക്കിനകത്ത് 32% ആണ് പ്രസൻ്റ് ആയിട്ട് ഉള്ളത്. മോസ്റ്റ് ഓഫ് ദ സോളിഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് എന്താണെന്ന് പറയാം, പ്രോട്ടീൻ ആണെന്ന് പറയാം. ഓക്കെ, ലിപ്പിഡ് എന്താണ്, വിർച്വലി ആബ്സെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ, അതായത് ഒരു 0.5% എന്തുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ഏത് പെർസെൻറ്റേജിൽ, 0.5%. എഗ്ഗ് ആൽബുമിനാണ് കേട്ടോ പറഞ്ഞത്, എന്തില്ല, ലിപ്പിഡ്സ് ഇവിടെ ആബ്സെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മെയിനായിട്ട് വരുന്നുള്ള സോളിഡ് പ്രോട്ടീനാണ്. ഇനി എഗ്ഗ് യോക്കിൻ്റെ കേസിൽ പറയുകയാണെങ്കിലോ 50% സോളിഡ്സ് ഉണ്ട്, അതിനകത്ത് 32% നമുക്ക് എന്താ കിട്ടിയത്, ഫാറ്റാണ് പറഞ്ഞു, 17% പ്രോട്ടീന് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫാറ്റിനകത്ത് തന്നെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, ട്രൈഗ്ലിസറൈഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോളും വരുന്നുണ്ട്. ട്രൈഗ്ലിസറോൾ വരുന്നുണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ വരുന്നുണ്ട്. പിന്നെ 0.5% കാർബോഹൈഡ്രേറ്റ് ഇവിടെയും വരുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ എഗ്ഗ് ആൽബുമിനകത്തുള്ള പ്രോട്ടീൻസിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഒവാൽബുമിനാണ് കേട്ടോ. ഞാൻ എഴുതി തരാം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഏതൊക്കെ ഫാറ്റ്സ് ആയിരുന്നു നമ്മുടെ എഗ്ഗ് യോക്കിനകത്ത് ഉണ്ടായിരുന്നത്, അതിനകത്ത് ഫോസ്ഫോലിപ്പിഡ് വരുന്നുണ്ട്, ട്രൈഗ്ലിസറൈഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ വരുന്നുണ്ട്. ഈ കൊളസ്ട്രോൾ 5% ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് ഫോസ്ഫോലിപ്പിഡ്, ഏറ്റവും കൂടുതലുള്ളത് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. അതാണ് എഗ്ഗ് യോക്കിനകത്തുള്ള ഫാറ്റിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എഗ്ഗ് വൈറ്റിനകത്തുള്ള ആൽബുമിൻ പ്രോട്ടീൻ, ഏതൊക്കെ പ്രോട്ടീനാണെന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഒവാൽബുമിൻ, അതൊരു 50%ഓളം 54%ഓളം ഒവാൽബുമിനാണ്. പിന്നെ കൊണാൽബുമിൻ, കൊണാൽബുമിൻ, ഓക്കെ, കൊണാൽബുമിൻ അതൊരു 13% വരും. പിന്നെ ഓവോമ്യൂക്കോയിഡ്, ജസ്റ്റ് പേരൊന്ന് ഓർത്ത് വെക്കുക, ഓവോമ്യൂക്കോയിഡ് വരുന്നുണ്ട്, അതൊരു 11%. പിന്നെ ലൈസോസൈം എൻസൈംസ് വരുന്നുണ്ട്, അതൊരു 10% വരും. പിന്നെ വരുന്നുള്ളത് ഓവോമ്യൂസിൻ വരുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മ്യൂസിൻ ലെയർ, ഓവോമ്യൂസിൻ വരുന്നുണ്ട്. ഫ്ലാവോ പ്രോട്ടീൻ വരുന്നുണ്ട്, ഓവോ ഇൻഹിബിറ്റർ വരുന്നുണ്ട്. പിന്നെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പേര് പഠിക്കാൻ പറഞ്ഞത്. ഓവോ ഇൻഹിബിറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ അവിഡിൻ വരുന്നുണ്ട്. ഓക്കെ, അവിഡിൻ വരുന്നുണ്ട്. ഇതിനകത്ത് ഓവാൽബുമിനാണ് ഏറ്റവും കൂടുതലുള്ളത്. എത്രയാണ് പറഞ്ഞത് നമ്മൾ, 54%ഉം ഓവാൽബുമിനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവർ എന്താണ്, ഒരു ഫോസ്ഫോഗ്ലൈക്കോ പ്രോട്ടീനാണ്. മീൻസ് അവിടെ കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. ഫോസ്ഫോഗ്ലൈക്കോ പ്രോട്ടീനാണ്. പിന്നെ എന്താണ്, അതിൻ്റെ ഫോസ്ഫറസ് കണ്ടൻറ്റിൽ മാത്രമാണ് ചെറിയ ഡിഫറൻസ് വരിക. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, A1, A2, A3. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോസ്ഫറസ് കണ്ടൻറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് വെച്ചിട്ടാണ്. ഇതാണ് ഒവാൽബുമിൻ എന്ന് പറയുന്നത്. പിന്നെ കൊണാൽബുമിൻ എത്രയാണ് പറഞ്ഞത്, 13% ഉണ്ടെന്ന് പറഞ്ഞു. 13% ഉണ്ട്. പിന്നെ ഓവോമ്യൂക്കോയിഡ്, അതിന് വലിയ ഫംഗ്ഷനൊന്നുമില്ല, ഇത് ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ് കേട്ടോ. ഓവോമ്യൂക്കോയിഡും ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ തന്നെയാണ്. പിന്നെ ഓവോമ്യൂസിൻ, ലൈസോസൈം എൻസൈംസിന് നമുക്കറിയാലോ
എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അതിനകത്തുള്ള ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്താണ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈസോസൈം ബാക്ടീരിയാസ് ഉള്ളത്, ലൈസോസൈം എൻസൈംസ് ഉള്ളത്. അവരും ഒരു ടൈപ്പ് പ്രോട്ടീനാണ്. പിന്നെ ഓവോ മ്യൂസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ എഗ്ഗിന് ഒരു ജെല്ലി ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നുള്ളത് ഓവോ മ്യൂസിനാണ്. അതുപോലെ തന്നെ ആൽബുമിന് ഒരു തിക്നെസ് കൊടുക്കുന്നുള്ളതും ഈ പറഞ്ഞിരിക്കുന്ന ഓവോ മ്യൂസിനാണ്. മറന്നു പോകരുത്, ഓവോ മ്യൂസിൻ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലൈസോസൈം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ള ഒരാളാണ് അവിഡിൻ. ഈ അവിഡിൻ അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതായത് 0.05 ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ അവിഡൻ എന്ന് പറയുന്നത് ബയോട്ടിൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ വൈറ്റമിനുമായിട്ട് എന്താണ് ബൈൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് അൺഅവൈലബിൾ ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ നമ്മളതിന് എന്ത് ചെയ്യും? ഡീനേച്ചർ ചെയ്യുമ്പോൾ, അതായത് ഹീറ്റ് വെച്ചിട്ട് നമ്മളതിനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ അവിഡിൻ എന്താവും? ഡീനേച്ചറേഷൻ സംഭവിക്കും. എന്നിട്ട് ഈ ബയോട്ടിനെ ഫ്രീ ആയിട്ട് വിടും. ഓക്കെ, അപ്പോൾ അവിഡിൻ നമ്മൾ പച്ചക്ക് മുട്ട കഴിക്കുമ്പോൾ അതിനകത്തൊന്നും നമുക്ക് ബയോട്ടിൻ കിട്ടില്ല, വൈറ്റമിൻ കിട്ടില്ല, ഈ പറഞ്ഞിരിക്കുന്ന വൈറ്റമിൻ മാത്രം കേട്ടോ. പക്ഷേ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അവിഡിൽ നിന്ന് ബയോട്ടിൻ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി ഓവോ ഇൻഹിബിറ്റർ ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈമിനെയും അതുപോലെ തന്നെ കൈമോട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈമിനെയും ഇൻഹിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഓവോ ഇൻഹിബിറ്റർ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൽബുമിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ്. ഇനി നമ്മുടെ എഗ്ഗ് യോക്കിനകത്ത് മെയിനായിട്ടും പ്രസൻ്റ് ആയിട്ടുള്ളത് ആരാണ്? ഫാറ്റ്സ് ആണ് അല്ലേ? ഏറ്റവും കൂടുതൽ 32% ഏതാണ്? ഫാറ്റാണ് വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഫാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്, പിന്നെ എന്താണ് ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ലിപ്പോപ്രോട്ടീൻസ് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ആ ലിപ്പോപ്രോട്ടീൻസിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് വിറ്റലിനും അതുപോലെ തന്നെ ലിപ്പോ വിറ്റലിനും. ഏതൊക്കെയാണ്? ലിപ്പോ വിറ്റലിൻ അതുപോലെ തന്നെ ലിപ്പോ വിറ്റലിനിൻ. ഓക്കെ, വിറ്റലിനും. അങ്ങനെ 2 ടൈപ്പാണ് മെയിനായിട്ട് ലിപ്പോ പ്രോട്ടീൻസ് വരുന്നുണ്ട്. ആ ലിപ്പോ പ്രോട്ടീൻസ് കാരണമാണ് നമ്മുടെ മിൽക്കിനൊരു ഇമൾസിഫൈങ് ഏജൻറ്റ് വരുന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് മയോണൈസ് പോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ലിപ്പോ വിറ്റലിനും അതുപോലെ തന്നെ ലിപ്പോ വിറ്റലിനും അങ്ങനെയാണ് ഇത് വരുന്നുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ലെസിത്തിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുഡ് ഇമൾസിഫൈങ് ഏജൻറ്റ് കൂടി നമ്മുടെ എഗ് യോക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. ലിപ്പോ വിറ്റലിനും ഓക്കെയാണ്. അതുകൂടാണ്ട് ലെസിത്തിൻ എന്ന് പറയുന്ന ഒരു ഇമൾസിഫൈങ് ഏജൻറ്റ് കൂടി ഉണ്ട്. അതുകൊണ്ടാണ് മയോണൈസ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇമൾഷനായിട്ട് നമുക്ക് കിട്ടുന്നുള്ളത്. ഇനി നമ്മുടെ ഓരോ കളറിലോട്ട് വരാം. ഇത്രയാണ് കോമ്പോസിഷൻ, അത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി കളറിലോട്ട് വരുമ്പോൾ ഷെല്ലിൻ്റെ കളർ നമുക്ക് എന്താണ്? ഒരു വൈറ്റ് കളറാണ് അല്ലേ? സോ കളർ ഗിവിങ് സബ്സ്റ്റൻസസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊപ്പോർഫൈറിൻസ് ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. അവരാണ് നമ്മുടെ ഷെൽസിന് കളറ് കൊടുക്കുന്നുള്ളത്. പിന്നെ എന്താണ്? നമ്മുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരാറുണ്ട് നമ്മുടെ ഷെല്ലിന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ കോമ്പിനേഷൻ നമ്മുടെ ഹീമോഗ്ലോബിൻ ഡെറിവേറ്റീവ്സ് തമ്മിലുള്ള കോമ്പിനേഷൻ മൂലം ഉണ്ടാകുന്നുള്ളതാണ് ഈ കളർ ഡിഫറൻസ് എന്ന് പറയുന്നുള്ളത്. പിന്നെ നമുക്ക് ചില സമയത്ത് നമ്മൾ ഒരു ബ്രൗണിഷ് കളർ കാണാറുണ്ട്, ചില സമയത്ത് വൈറ്റ് കളർ അല്ലേ? അപ്പോൾ ആ കളർ എന്ന് പറയുന്നത് എന്താണ്? ആ പറഞ്ഞിരിക്കുന്ന എന്താണ് നമ്മുടെ കളർ ഗിവിങ് പിഗ്മെൻറ്റ് എന്താണ്? ആ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് മൂലമാണ്. ചില സമയത്ത് 2-3 സബ്സ്റ്റൻസസ് പ്രസൻ്റ് ആയിരിക്കും. ഊസയാനിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് കൂടിയുണ്ട്. ഇതും കൂടിയിട്ടാണ് ഈ കളർ കൊടുക്കുന്നുള്ളത്. പിന്നെ ഈ ബ്രൗൺ കളർ വൈറ്റ് കളറിനകത്ത് ഷെൽസ് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ നമ്മുടെ എഗ്ഗ് വൈറ്റിന് എന്താണ്? ഓവോഫ്ലാവിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ഒരു ഗ്രീനിഷ് കളർ അവിടെ കാണപ്പെടുന്നത്. കൂടുതൽ റൈബോഫ്ലാവിൻ അവിടെ ഉണ്ടെങ്കിൽ അതെന്താണ്? ഗ്രീനർ ആയിരിക്കും കൂടുതൽ. റൈബോഫ്ലാവിൻ ഒരു വൈറ്റമിനാണ്, അപ്പോൾ ഗ്രീൻ കളർ അവിടെ കൂടും കേട്ടോ. ഗ്രീൻ കളർ അവിടെ കൂടുന്നതായിരിക്കും. പിന്നെ എഗ് യോക്കിൻ്റെ കളർ നമ്മൾ പറഞ്ഞല്ലോ, പെയിൽ യെല്ലോ തൊട്ട് റെഡിഷ് യെല്ലോ വരെ അവിടെ ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെന്നിൻ്റെ ഡയറ്റിൽ ഉണ്ടാവുന്നുള്ള പിഗ്മെൻറ്റ്സ് കാരണം. ഇപ്പോൾ കരോട്ടിനോയിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു കളർ കൊടുക്കുന്നത് കരോട്ടിനോയിഡും അതുപോലെ തന്നെ ക്സാന്തോഫിൽസും ആണ് ഏതിൻ്റെ കേസിൽ? ഈ എഗ്ഗിൻ്റെ കേസിൽ. അപ്പോൾ കോമ്പോസിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നുള്ളത് എഗ്ഗിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ആണ്. ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് എഗ്ഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാൽ 45 to 50 gram ആണെന്ന് പറഞ്ഞു. അതിനകത്ത് നമുക്ക് 6 grams ഓഫ് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. 6 grams ഓഫ് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. നമുക്കറിയാം ആനിമൽസിൽ നിന്ന് കിട്ടുന്നുള്ള പ്രോട്ടീൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ എഗ് പ്രോട്ടീനും വളരെ ഹൈ ബയോളജിക്കൽ വാല്യൂ ഉള്ള ഒരു പ്രോട്ടീനാണ്.
പിന്നെ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഈ എഗ് പ്രോട്ടീൻസിനകത്ത് നമുക്ക് പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു 5 to 6 ഗ്രാംസ് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫാറ്റും ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ എഗ്ഗിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. 6 ഗ്രാംസ് തന്നെയാണ് പ്രോട്ടീൻ, 6 ഗ്രാംസ് തന്നെയാണ് ഫാറ്റ് വരുന്നുള്ളത്. ആ പറഞ്ഞിരിക്കുന്ന ഫാറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്താണ് വേണ്ട ഡിസൈഡ് പ്രൊപ്പോർഷനിൽ തന്നെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ളത്. പിന്നെ അതുകൂടാണ്ട് വൈറ്റമിൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള ADEK എന്ന് പറയുന്നത് ഈ 4 വൈറ്റമിൻസ് ഇവിടെ പ്രസൻ്റ് ആണ്. പിന്നെ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള B കോംപ്ലക്സ് പ്രസൻ്റ് ആണ്. പിന്നെ പ്രസൻ്റ് അല്ലാത്തത് C മാത്രമാണ്. അപ്പോൾ എല്ലാ വൈറ്റമിൻസും പ്രസൻ്റ് ആണ് എക്സെപ്റ്റ് ഏതാണ്, C ആണ്. അപ്പോൾ ഇതൊരു PYQ കൂടിയാണ് കേട്ടോ, ഏതൊക്കെ വൈറ്റമിൻസ് ആണ് ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ട് ഉള്ളതെന്ന്. പിന്നെ പ്രോട്ടീൻ പ്രസൻ്റ് ആണ്, എല്ലാം പ്രസൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് മാത്രം വളരെ ചെറിയൊരു അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കാലോറിഫിക് വാല്യൂ ഇവിടെ കുറവാണ്. എഗ്ഗിൻ്റെ കലോറിഫിക് വാല്യൂ കുറവാണ്. പക്ഷെ ന്യൂട്രിറ്റീവ് വാല്യൂ നോക്കുമ്പോൾ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ്സും അവൈലബിൾ ആയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ് വളരെ ചെറിയ കോമ്പൗണ്ട് ആയിട്ട് വരുന്നുള്ളത്. പിന്നെ മിനറൽസിൻ്റെ കേസ് പറയുകയാണെങ്കിലും അയൺ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അതുപോലെ തന്നെ ബാക്കിയുള്ള ചെറിയ ട്രേസ് എലമെൻസും ഇവിടെ പ്രസൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെന്താണ്, എഗ് യോക്കിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു, കൊളസ്ട്രോൾ പ്രസൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. ഒരു 5% എന്ത് വരുന്നുണ്ട്, കൊളസ്ട്രോൾ വരുന്നുണ്ട്. കൊളസ്ട്രോൾ കോൺസെൻട്രേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. പക്ഷെ അത് നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ വാല്യൂസിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ള ടൈപ്പ് കൊളസ്ട്രോൾ അല്ല ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻസ് നോക്കുകയാണെങ്കിൽ നമ്മളെന്താ പറഞ്ഞത്, 13% അല്ലെങ്കിൽ ഒരു 11% എന്താണ് പ്രോട്ടീനാണ്, അതായത് ഒരു 6 ഗ്രാമാണ് ഇതിനകത്ത് വരുന്നുള്ളത്. പിന്നെ ഫാറ്റും നമ്മൾ അത്ര തന്നെ പറഞ്ഞു, 6 ഗ്രാംസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ADEK എന്ന് പറയുന്നുള്ള എല്ലാ വൈറ്റമിൻസും ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ആവറേജ് എഗ്ഗ് എടുക്കുകയാണെങ്കിൽ 250 mg ആണ് കൊളസ്ട്രോൾ വരുന്നുള്ളത് കേട്ടോ. 250 mg ആണ് കൊളസ്ട്രോൾ വരുന്നുള്ളത്. പിന്നെ പെർമിറ്റഡ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ 300 mg ഓഫ് കൊളസ്ട്രോൾ പെർ ഡേ ആണ്. 300 mg ആണ് പെർമിറ്റഡ് ലെവൽസ്. അപ്പോൾ അതിനകത്ത് 250 mg ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഏതാണ് എഗ്ഗിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വീക്കിനകത്ത് നമുക്കൊരു 3 to 4 എഗ്സ് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഒരു നോർമൽ പേഴ്സണിന്. പിന്നെ വിറ്റാമിൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഏതാണ് അയൺ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പൊട്ടാഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മിനറൽസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ഹോൾ എഗ്ഗിനകത്ത് അടങ്ങിയിരിക്കുന്നത് കാൽഷ്യമാണ്. മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നുള്ളത് ഏതാണ്, കാൽഷ്യമാണ്. ഓക്കെ, കാൽഷ്യമാണ് ഏറ്റവും കൂടുതൽ വരുന്നുള്ളത്. പിന്നെ എവിടെയാണ് അതുള്ളത്, ഷെല്ലിനകത്താണ് നമുക്ക് അത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഫോസ്ഫറസ്, അയൺ, ഞാനിപ്പോൾ പറഞ്ഞ അയൺ, അതുപോലെ തന്നെ സിങ്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രേസ് എലമെൻറ്റ്സ് നമുക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അയൺ ഒരു നമുക്ക് റിച്ച് സോഴ്സ് ഓഫ് സിങ്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ എക്സെപ്റ്റ് വിറ്റാമിൻ സി ബാക്കിയൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രിറ്റീവ് വാല്യൂവിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹെന്നിന് അതിൻ്റെ ഡയറ്റിൽ നമ്മൾ എക്സ്ട്രാ സാധനങ്ങൾ, അതായത് വിറ്റാമിൻ എ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗിൻ്റെ ഡയറ്റിനകത്ത് വിറ്റാമിൻ എ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എഗ്ഗിനും വിറ്റാമിൻ എ ഇൻക്രീസ്ഡ് ആവും. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിൻ്റെ എക്സ്പോഷർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് സൺലൈറ്റിലൂടെയാണല്ലോ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നത്, അത് കൂട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ എഗ്ഗിനകത്തും വിറ്റാമിൻ ഡി വരാറുണ്ട്. പിന്നെ വിറ്റാമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ് ഔട്ട്പുട്ട് കുറയും കേട്ടോ, അതൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. പിന്നെ നമുക്ക് ഈ കൊളസ്ട്രോൾ കണ്ടൻറ്റ് നമ്മുടെ ഹെന്നിന് എന്തെങ്കിലും ഫീഡിങ് ആ ഹെഡിന് നമ്മൾ ഫിഷ് ഓയിലൊക്കെ വെച്ച് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറക്കാൻ പറ്റും. ഫിഷ് ഓയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെന്നിനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് പറഞ്ഞിരിക്കുന്ന കൊളസ്ട്രോളിൻ്റെ ലെവൽ നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ന്യൂട്രിറ്റീവ് വാല്യൂവിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് നമ്മളതിനെ പലതരം, ഇപ്പോൾ കേക്കിനകത്താണേലും മയോണൈസ് ഉണ്ടാക്കാനാണേലും അതുപോലെ ഒരുപാട് ഐറ്റംസിൽ നമ്മളത് യൂസ് ചെയ്യുന്നുള്ളത്. അതിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ കൊയാഗുലേഷൻ അല്ലെങ്കിൽ തിക്കനിങ് പ്രോപ്പർട്ടി എന്ന് പറയാം. കൊയാഗുലേഷൻ അല്ലെങ്കിൽ തിക്കനിങ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കുക്കിംഗ് പ്രോസസ്സിൽ നമ്മളിതിനെ എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കുക്കിങ്ങിൽ നമ്മൾ തിക്കനിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിനെ തിക്കനിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യാം, ഒരു ബൈൻഡിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യാം, ഒരു ക്ലാരിഫയിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ തിക്കനിങ്, ക്ലാരിഫയിങ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞിരിക്കുന്ന കൊയാഗുലേഷൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഓരോ പ്രോട്ടീൻസിൻ്റെയും കൊയാഗുലേഷൻ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിനകത്താണ് നടക്കുക. കൊയാഗുലേഷൻ ഓഫ് വേരിയസ് പ്രോട്ടീൻസ് ഒക്കർ അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്, ഓരോ ടെമ്പറേച്ചറിനകത്താണ് നടക്കുക. ഇപ്പോൾ നമ്മൾ എഗ്ഗ് വൈറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ റാപ്പിഡായിട്ട് ചെയ്യുന്നതാണെങ്കിൽ 60°C ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 65°C കൊയാഗുലേഷൻ കംപ്ലീറ്റ് ആവും. ഇനി എഗ്ഗ് യോക്ക് എടുക്കുകയാണെങ്കിലോ 65°C സ്റ്റാർട്ടായിട്ട് 70°C എന്താവും, എൻഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടൈമും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും എന്താണ്, ഒരു 60°C സ്റ്റാർട്ട് ചെയ്താൽ 65°C എഗ്ഗ് വൈറ്റ് കൊയാഗുലേറ്റഡ് ആവും. എഗ്ഗ് യോക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, ടൈം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിനെയും ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ എഫക്റ്റ് ചെയ്യും കേട്ടോ. നമുക്കത് പറയാം. ഓരോ കോമ്പൗണ്ട്സ് ഈ ടെമ്പറേച്ചർ കൂട്ടും, ഓരോ കോമ്പൗണ്ട്സ് ടെമ്പറേച്ചർ കുറക്കുന്നതും ആണ്. പിന്നെ ഈ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ എഗ്ഗ് വൈറ്റിനെ നമ്മൾ കൊയാഗുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ടഫായിട്ടുള്ള ഫോമും അതുപോലെ തന്നെ ടഫായിട്ട് മാറും. എഗ്ഗ് വൈറ്റിനെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ കൊയാഗുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ലോ ടെമ്പറേച്ചറിൽ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഒന്ന് ടഫായിട്ട് മാറുന്നു, ഒന്ന് സോഫ്റ്റായിട്ട് മാറുന്നു. പിന്നെ ചില സമയത്ത് നമ്മൾ ചില ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു പറഞ്ഞല്ലേ. ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ സാൾട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും. സാൾട്ട് ആഡ് ചെയ്താൽ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും. ഇനി ഷുഗർ ആഡ് ചെയ്താൽ ടെമ്പറേച്ചർ സാൾട്ട് ചെയ്താൽ ഡിക്രീസ് ചെയ്യും, ഷുഗർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. കൊയാഗുലേഷൻ ടെമ്പറേച്ചർ ഷുഗർ ആണെങ്കിൽ എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ വാട്ടറോ അല്ലെങ്കിൽ മിൽക്കോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. കൊയാഗുലേഷൻ ടെമ്പറേച്ചർ ഈ 60°C നിന്ന് മാറിയിട്ട് ഒരു 70-80 അങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഡിപ്പെൻസ് ആണ്. ഷുഗർ, വാട്ടർ അതുപോലെ തന്നെ മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഈ സാൾട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആസിഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. എന്താണ്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അതാണ് കൊയാഗുലേഷൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫില്ലിങ്സിൻ്റെ കേസിൽ, ചില ക്രീം പൈ ഫില്ലിങ്സിൻ്റെ കേസിൽ, അതുപോലെ തന്നെ കസ്റ്റാർഡ്സിൻ്റെ കേസിൽ, പിന്നെ നമ്മൾ എന്താണ് ഇതൊക്കെ ഉണ്ടാക്കൂലേ, പുഡിംഗ് ഒക്കെ ഉണ്ടാക്കൂലേ, ആ സമയത്തൊക്കെ തിക്കനിങ് ഏജൻറ്റായിട്ട് നമ്മൾ എഗ്ഗിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്നാണ് തിക്കനിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഒക്കെ ഇതിനകത്ത് വന്നു, ഇപ്പോൾ പറഞ്ഞതിനകത്ത് വന്നു. നെക്സ്റ്റ് ആണ് ഇമൾസിഫിക്കേഷൻ. ഇമൾസിഫയിങ് ഏജൻറ്റ് ആയിട്ട് നമ്മൾ ഏതിനെ യൂസ് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന എഗ്ഗിനെ യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് ബേക്ക്ഡ് പ്രൊഡക്ട്സിനകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എഗ്ഗിനെ ഒരു എമൾസിഫയിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എഗ്ഗ് വൈറ്റ് എല്ലാം എഗ്ഗ് യോക്കാണ് മെയിനായിട്ട്. എഗ്ഗ് യോക്കിനകത്ത് ഒരു ലെസ്തിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു എമൾസിഫയിങ് ഏജൻറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇവിടെ നമുക്ക് സലാഡിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ടൈമിൽ, അതുപോലെ തന്നെ ഒരുപാട് ബേക്ക്ഡ് പ്രൊഡക്ട്സിനകത്തൊക്കെ നമുക്ക് എമൾസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫോമിങ്, നമ്മൾ എന്താണ് ബീറ്റർ വെച്ച് അടിക്കുമ്പോൾ നമ്മൾ എഗ്ഗ് ഇങ്ങനെ ഫോം ചെയ്ത് വരാറില്ലേ, ആ ഫോമിങ് എന്താണ് എന്താണ് നമുക്ക് ഒരു ബേക്ക്ഡ് പ്രൊഡക്ട്സിനൊക്കെ, കേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ക്രീമൊക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിതിനെ എന്താണ് ബേക്കറീസിലും അതുപോലെ തന്നെ മറ്റ് ഫുഡ് പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് അതിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫങ്ഷണൽ പ്രോപ്പർട്ടീസും ന്യൂട്രിറ്റീവ് വാല്യൂയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് പ്രോസസ്സിങ് ആണ് കേട്ടോ വരുന്നുള്ളത്. പ്രോസസ്സിങ് അതായത് എഗ്ഗിനെ നമ്മൾ എന്താണ് പ്രോസസ്സ് ചെയ്തിട്ട് കൺവീനിയൻറ്റ് ഫോമാക്കി മാറ്റാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കൊമേഴ്ഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ട്, ഹോം യൂസിന് വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പലതരത്തിലുള്ള പ്രൊഡക്റ്റാക്കി മാറ്റാറുണ്ട്. ഫോർ എക്സാമ്പിൾ റെഫ്രിജറേറ്റഡ് ലിക്വിഡ് പ്രൊഡക്ട്സ്. ഇതിനകത്ത് നമ്മൾ എഗ്ഗ് വൈറ്റിനെ റെഫ്രിജറേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. എഗ്ഗ് യോക്ക് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേരിയസ് ബ്ലെൻഡ്സ് എഗ്ഗ് യോക്കും വൈറ്റും ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാം. അതാണ് റെഫ്രിജറേറ്റഡ് ലിക്വിഡ് പ്രൊഡക്ട്സ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഫ്രോസൺ പ്രൊഡക്ട്സ് ഉണ്ട്. അതും നമുക്ക് എങ്ങനെയാണ്, എഗ്ഗ് വൈറ്റിനെ മാത്രം ഫ്രോസൺ ചെയ്തിട്ട് ചെയ്യാറുണ്ട്, എഗ്ഗ് യോക്കിന് മാത്രം. പിന്നെ സാൾട്ടഡ് എഗ്ഗ് യോക്ക് ചെയ്യാറുണ്ട്, ഷുഗേർഡ് യോക്ക് ചെയ്യാറുണ്ട്. ഷുഗേർഡ് യോക്ക്സ് നമ്മൾ ബേക്കറീസിലൊക്കെയാണ് യൂസ് ചെയ്യുക. സാൾട്ടഡ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ മൊത്തത്തിലുള്ള ഹോൾ എഗ്ഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സാൾട്ടഡ് ഹോൾ എഗ്ഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ഫ്രോസൺ ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നതാണ് ഡ്രൈഡ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് എഗ്ഗ്. ഡ്രൈഡ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് പ്രൊഡക്ട്സ് എന്ന് പറയാം.
ഡ്രൈഡ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് പ്രൊഡക്ട്സ് എന്ന് പറയാം. ഇവിടെ നമുക്ക് എന്താണ് എഗ്ഗ് വൈറ്റ് സോളിഡ്സ്, ഹോൾ എഗ്ഗ് അല്ലെങ്കിൽ യോക്കിൻ്റെത്, ഇതൊക്കെ നമുക്ക് എന്താണ് ഡ്രൈഡ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ഫോമിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയാണ് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് ഓക്കെ ഇവിടെ ഫ്രീസ്ഡ് ഡ്രൈഡ് സ്ക്രാമ്പിൾഡ് എഗ്സ്, അതുപോലെ തന്നെ ഫ്രോസൺ പ്രീ കുക്ക്ഡ് പ്രൊഡക്ട്സ് ലൈക്ക് എഗ് എന്താണ് പിസ്സ, അതുപോലെ തന്നെ ഫ്രൈഡ് എഗ്സ്, അതുപോലത്തെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ എഗ് പ്രൊഡക്ട്സ് എന്താണ് ആർ പ്രിഫേർഡ് ടു ഷെൽ എഗ്സ്. നമ്മൾ സാധാരണ നമ്മുടെ കോമൺ ആയിട്ടുള്ള തോടോട് കൂടിയ മുട്ടയുണ്ടല്ലോ, ഷെൽ എഗ്ഗോട് കൂടിയ മുട്ടേനേക്കാളും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുള്ളത് എഗ് പ്രൊഡക്ട്സ് ആണ്. എവിടെ ബേക്കറീസിലും ഫുഡ് മാനുഫാക്ചേഴ്സിലൊക്കെ ഏറ്റവും കൂടുതൽ അവർ എന്താണ് പ്രിഫർ ചെയ്യുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന എഗ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നമ്മൾ ഫ്രോസൺ എഗ് ആയാലും ആ ഫോമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്താണ് ഇത് ചെയ്യുന്നുള്ളത്? ഇപ്പോൾ നമ്മൾ എഗ്ഗ് ഫ്രീസിങ് പറഞ്ഞു, അതുപോലുള്ള ഫ്രോസൺ പ്രൊഡക്ട്സ്, ഡ്രൈഡ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അത് നമ്മൾ എഗ്ഗ് ഫ്രീസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതായാലും നമ്മൾ എന്താണ് പാസ്ചറൈസേഷൻ ചെയ്യണം കേട്ടോ. ഏത് ഫുഡ് ഐറ്റം ആണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, അതായത് എഗ്ഗിൻ്റെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പാസ്ചറൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മാൻഡേറ്ററി ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഷെൽ എഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതെങ്കിൽ അവിടെ എന്തായിരിക്കണം, അത് ക്ലീൻ ആയിട്ടുള്ള, അതിൻ്റെ ഷെൽസിന് പുറത്തൊന്നും എന്താണ് ഫീക്കൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. സാധാരണ നമ്മൾ ഫാമിൽ നിന്നാണല്ലോ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള ഫീക്കസിൻ്റെ ഒന്നും പാർട്സ് എന്താണ് കണ്ടാമിനേഷനും അവിടെ ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള എഗ്ഗ് ആയിരിക്കണം നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഫ്രീസിങ്ങിലേക്ക് നമുക്ക് പോവാം. ഒന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എഗ്ഗിനെ എങ്ങനെയാണ് ഷെല്ലോട് കൂടി നമുക്ക് ഒരിക്കലും ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഷെല്ലോട് കൂടി നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ഉള്ളിലുള്ള ഈ ലിക്വിഡ് അല്ലേ, ആൽബുമിൻ, അത് ലിക്വിഡ് ഫോമിലുള്ളത്, അത് എന്താണ് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇത് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ ഹോൾ ഓഫ് ദ ലിക്വിഡ് കണ്ടൻറ്റ് ഫ്രോസൺ ചെയ്യുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് യോക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇത് എന്താണ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രോസൺ ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ ഷെല്ലോട് കൂടിയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. എന്തിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് കണ്ടാമിനേഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഷെൽസിനെ നമ്മൾ വാഷ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ എഗ്ഗിനെ ബ്രോക്കൺ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഈ വൈറ്റും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കാനുള്ളത്. ഓക്കെ, ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുമ്പോൾ സാൽമോണല്ല പോലുള്ള സ്പീഷീസാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പാസ്ചറൈസേഷൻ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഇതുവരെയുള്ള ഓർഗാനിസത്തിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എഗ്ഗ് വൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ടെമ്പറേച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അവർ കൊയാഗുലേറ്റഡ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2 minutes ഒക്കെ നമ്മളൊരു 50 to 8 degree സെൽഷ്യസിൽ 2 minutes ഒക്കെ നമ്മളിതിനെ ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ അവിടെ ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗ് ഒന്ന് വിസ്കസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ അതിൻ്റെ ഫോമിങ് പ്രോപ്പർട്ടീസൊക്കെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എഗ് വൈറ്റും ആണ് ഇതിൻ്റെ ഫ്രോസണിലൂടെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഹോൾ എഗ്ഗിന് നമുക്ക് എന്താണ് ഇതുപോലെ ഫ്രോസൺ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എഗ് യോക്കിന് നമ്മൾ ഫ്രോസൺ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗമ്മി അപ്പിയറൻസ് ഉണ്ടാവും. അതിന് നമ്മൾ ജലേഷൻ എന്ന് പറയും. എന്താണ് ഒരു ഗമ്മി അപ്പിയറൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസൊക്കെ ആൾട്ടേർഡ് ആയിട്ട് മാറും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. എഗ്ഗിനോക്കിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഒരു ജെല്ലി ഫോമേഷൻ അവിടെ ഉണ്ടാവും. അതായത് ഫ്രീസിങ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്താണ് നമ്മുടെ ലിപ്പോ പ്രോട്ടീൻസിനൊക്കെ അവർ ആൾട്ടർ ചെയ്യും. അപ്പോൾ അവർ അഗ്രിഗേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ജെല്ലി പറഞ്ഞിരിക്കുന്ന അപ്പിയറൻസ് വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗറോ സാൾട്ടോ ആഡ് ചെയ്തിട്ട് ഫ്രോസൺ ചെയ്യാം. അങ്ങനെ ഷുഗർ ആഡ് ചെയ്തത് നമുക്ക് ബേക്കറി പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യാം. സാൾട്ട് ആഡ് ചെയ്തത് നമുക്ക് മയണൈസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിപ്പോ പ്രോട്ടീൻസിൻ്റെ അഗ്രിഗേഷനാണ് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവുന്നത് മൂലം അവിടെ സംഭവിക്കുന്നത്. ഓക്കെയാണ്. അതാണ് ഏതിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്,
ഫ്രീസിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത് അതൊരു പ്രോസസ്സാണ്. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈഡ് എഗ്സ് യൂസ് ചെയ്യാം. ഡ്രൈഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ അതൊരു മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ തന്നെയാണ്. അപ്പോൾ എഗ്ഗ് പൗഡറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് കൊമേഴ്ഷ്യൽ എഗ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എഗ്ഗ് പൗഡർ ഉണ്ടാക്കുന്നു. ഒന്നെങ്കിൽ നമുക്ക് വൈറ്റ് എടുക്കാം, എഗ്ഗ് വൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ എഗ്ഗ് യോക്ക് എടുക്കാം, അല്ലെങ്കിൽ ഹോൾ എഗ്ഗ് എടുത്തിട്ട് നമുക്കതിനെ പാസ്ചറൈസ് ചെയ്തിട്ട്, എല്ലാ പ്രോസസ്സിനകത്തും നമ്മൾ പാസ്ചറൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് സ്പ്രേ ഡ്രൈയിങ് വഴിയോ അങ്ങനെയുള്ള ഡ്രൈയിങ് മെത്തേഡ്സ് വഴി യൂസ് ചെയ്തിട്ട് നമുക്ക് എഗ്ഗ് പൗഡർ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഈ എഗ്ഗ് പൗഡറിന് എന്താണ് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് എഗ്ഗിനെ നമ്മളൊരു അറ്റോമൈസറിലൂടെ പാസ് ചെയ്യുന്നു. ഒരു ഫൈൻ സ്പ്രേ ആയിട്ടാണ് നമ്മൾ ഈ അറ്റോമൈസറിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, അത് ഡ്രൈ ആയിട്ട് മാറുന്നു, ഡ്രൈഡ് ആവുന്നു. ഒരു ചേമ്പറിനകത്ത് ഡ്രൈയിങ് ചേമ്പറിലൂടെ കൊണ്ടുപോകുന്നു. അവിടെ ഹോട്ട് എയർ അവിടെ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ലിക്വിഡ് എഗ്ഗിനെ നമ്മളൊരു അറ്റോമൈസറിലൂടെ സ്പ്രേ പോലെ പാസ് ചെയ്യുമ്പോൾ അത് ഹോട്ട് ഡ്രൈഡ് കണ്ടീഷനിനകത്ത് എന്താവുന്നു, അത് പൗഡറായിട്ട് മാറുന്നു. ആ പൗഡേർഡ് എഗ്ഗിനെ നമ്മൾ പിന്നീട് കൂൾ ചെയ്യുന്നു, എന്നിട്ട് പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എഗ്ഗ് വൈറ്റിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു 0.5% കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു ട്രേസ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഈ എഗ്ഗിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസ് നമ്മുടെ പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് ബ്രൗൺ കളർ അവിടെ ഉണ്ടാക്കും. ബ്രൗണിങ് എന്ന് പറയുന്ന റിയാക്ഷൻ അവിടെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലൂക്കോസ് ഓക്സിഡൈസ് വെച്ചിട്ട് നമ്മൾ ഗ്ലൂക്കോസിനെ റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡ്രൈയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞാൽ, ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ അറ്റോമൈസറിലൂടെ പാസ് ചെയ്തിട്ട് ഡ്രൈഡ് ആക്കുന്നു. എന്നിട്ട് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂക്കോസ് ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം അവിടെ യൂസ് ചെയ്യുന്നു. നമ്മൾ ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ കേസിൽ എന്താ പറഞ്ഞാൽ അവിടെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസിനൊക്കെ ആൾട്ടർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ എമൾസിഫയിങ് തെക്കനിങ് ഏജിനൊക്കെ ആൾട്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അത്രത്തോളം ആൾട്ടർ ചെയ്യുന്നില്ല. ഇവിടെ ഹീറ്റ് കൊയാഗുലേഷൻ പ്രോപ്പർട്ടി ഇവിടെ തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ മോയ്സ്ചർ കണ്ടൻറ്റ് ലോ ആയിരിക്കും. നമ്മളൊരു സീൽഡ് കണ്ടെയ്നറിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്താണ് ഇതിവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരുപാട് കാലം നമുക്കിവിടെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. 5 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ നമ്മളിതിനെ സ്റ്റോറേജ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ നമ്മുടെ എഗ് പ്രൊഡക്ട്സ് ഉണ്ട്, ഒരുപാട് എഗ് പ്രൊഡക്ട്സ് ഉണ്ട്. അതിനകത്തൊന്നാണ് പോച്ച്ഡ് എഗ്ഗ്. പോച്ച്ഡ് എഗ്ഗ് ഇവിടെ നിന്ന് നമുക്കറിയാം ബോയിലിംഗ് വാട്ടറിനകത്ത് നല്ല ടെമ്പറേച്ചർ അല്ലാണ്ട് ചെറിയൊരു വാട്ടർ ടെമ്പറേച്ചറിനകത്ത് നമ്മുടെ എഗ്ഗിനെ നമ്മൾ ബോയിൽ ചെയ്തിട്ടാണ് പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇമേജ് കിട്ടും കേട്ടോ. പിന്നെ ഫ്രൈഡ് എഗ്ഗ്, അതാണ് നമ്മുടെ ഓംലെറ്റ് ആയിട്ട് വരുന്നുള്ളത്. ഫ്രൈഡ് എഗ്ഗ് അതാണ് നമ്മുടെ ഓംലെറ്റ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഈ ഓംലെറ്റും ഒരു എഗ് പ്രൊഡക്ട്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊന്നും ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ദ വൈറ്റ് ഓഫ് ദ ഫ്രൈഡ് എഗ് ഷുഡ് ബി തിക്ക് ആൻഡ് കോമ്പാക്റ്റ്. തിക്കും അതുപോലെ തന്നെ കോമ്പാക്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ യൂണിഫോംലി കൊയാഗുലേറ്റഡ് ആയിരിക്കും. എഗ് യോക്ക് എന്ന് പറയുന്നത് അൺബ്രോക്കൺ ആയിരിക്കണം. ഓംലെറ്റ് തന്നെയാണ് നമുക്ക് ബുൾസൈ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്രൈഡ് എഗ് കൊണ്ട്. അപ്പോൾ എഗ് യോക്ക് എന്ന് പറയുന്നത് അൺബ്രോക്കൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു കൊയാഗുലേറ്റഡ് വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ സ്ക്രാമ്പിൾഡ് എഗ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവരും യൂട്യൂബൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗും ഒരു എഗ് പ്രൊഡക്റ്റിൻ്റെ കേസിൽ തന്നെയാണ് വരുന്നുള്ളത്. പിന്നെ ഫ്രഞ്ച് ഓംലെറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹോൾ എഗ്ഗിനെ ബീറ്റ് ചെയ്തിട്ടാണ് ഈ ഫ്രഞ്ച് ഓംലെറ്റിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് എഗ്ഗ് എന്ന് പറയുമ്പോൾ ബുൾസൈ എന്ന് നമ്മൾ പറയുന്ന സാധനമാണ്. ഫ്രഞ്ച് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോൾ എഗ്ഗിനെ മൊത്തം ബീറ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നുള്ള സാധനം തന്നെയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കാറുണ്ട് നമ്മൾ. എഗ്ഗിനൊരു തിക്കനിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്തിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേക്കിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. അത് ക്രീം പുഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത്രയും കാര്യങ്ങളാണ് ഏതിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന എഗ് പ്രോഡക്ട്സിൻ്റെ കേസിൽ പറയാനുള്ളത്. ഈ ഓംലെറ്റ് തന്നെ പലതരത്തിലുണ്ട് കേട്ടോ, ഫ്ലഫി ഓംലെറ്റ് അതുപോലുള്ള കോമ്പൗണ്ട്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും അത് തോന്നിയിട്ടില്ല. പിന്നെ സ്പോഞ്ച് കേക്ക്, ഫോം കേക്ക് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യാറുണ്ട്. അത്രയാണ് പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ആ ഡ്രൈയിങ്ങും അതുപോലെ തന്നെ ഫ്രീസിങ്ങും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആക്കി നോക്കി വെക്കുക കേട്ടോ. അതാണ് ഇവിടെ നോക്കാനുള്ളത്. ഇനി നമുക്ക് പ്രിസർവേഷനാണ് നോക്കാനുള്ളത്. നമ്മുടെ എഗ്ഗിൻ്റെ പ്രിസർവേഷനാണ് ഇവിടെ നമ്മൾ നോക്കുന്നുള്ളത്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും പ്രിസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് പ്രിസർവേഷൻ്റെ കേസിൽ നോക്കാനുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഏത് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പറയാനുള്ളത്. എപ്പോഴും നമുക്ക് ഫ്രഷ് എഗ്ഗാണ് കൂടുതൽ ഹയസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവുക.
പിന്നെ അതിനകത്ത് ഒരുപാട് എസെൻഷ്യൽ ന്യൂട്രിയൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് എല്ലാം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി ഒക്കെ ഡിക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മൾ ക്ലെൻലിനെസ് ആണ്. ക്ലെൻലിനെസ് നല്ല ക്ലീൻ ആയിട്ടുള്ള എഗ്ഗല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ. ഒരുമാതിരി വൃത്തിയില്ലാത്ത എഗ്ഗ് കണ്ടാൽ നമ്മൾ വാങ്ങിക്കില്ല. എഗ്ഷെല്ലൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ സമയത്ത് ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കാര്യം പോക്കല്ലേ, പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. പിന്നെ ഈ എഗ്ഗ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 to 4 ടൈംസ് ഒരു ഫാമിനകത്ത് 3 to 4 ടൈംസ് അവരെപ്പോഴും എഗ്ഗ് കളക്ട് ചെയ്യണം. 3 to 4 ടൈംസ്. അല്ലെങ്കിൽ എന്താ നടക്കുക, അവിടെയുള്ള അവർ തമ്മിൽ തന്നെ കൂട്ടിമുട്ടിയിട്ട് ആ എഗ്ഗ് തമ്മിൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 3 to 4 ടൈംസ് നമ്മളിതിനെ കളക്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ 50 ഡിഗ്രി സെൽഷ്യസിൽ വേണം ഈ എഗ്ഗിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 12 hours നമുക്ക് ഈ 50 ഡിഗ്രി സെൽഷ്യസിൽ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു 70% ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നല്ല വൃത്തിയിൽ പാക്ക് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം, എവിടെയാണോ നമ്മൾ കൺസ്യൂമറിന് ആർക്കാണോ കൺസംഷന് വേണ്ടി നമ്മളത് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ എഗ്ഗിൻ്റെ സർഫസിൽ ഒരു കെരാറ്റിൻ ലെയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കെരാറ്റിൻ ലെയർ ഡ്രൈ ആയി പോവും. എഗ്ഗ് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് കെരാറ്റിൻ ലെയർ ഷ്രിങ്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സെൽസിനകത്തുള്ള പോർസൊക്കെ ഓപ്പൺ ആവും. അവിടെ നിന്ന് എന്ത് സംഭവിക്കും, ഗ്യാസസിൻ്റെയും മൈക്രോ ഓർഗാനിസത്തിനൊക്കെ അതിനുള്ളിലേക്കും പുറത്തോട്ടും പാസ് ചെയ്യാനുള്ള സാധ്യത കൂടി ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗിനുള്ളിൽ കാർബോണിക് ആസിഡ് ഉണ്ട്. ഈ കാർബോണിക് ആസിഡ് എന്താവും, ബ്രേക്ക് ഡൗൺ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലോസ് അവിടെ നടക്കുന്നുണ്ട്. അതോടുകൂടി നമുക്ക് എന്ത് പറയാം, pH ഇൻക്രീസ് ചെയ്യും എന്ന് നമുക്ക് പറയാം. എന്താണ്, ആൽക്കലൈൻ pH അവിടെ വരുന്നു. അതായത് സാധാരണ ഒരു അസിഡിക് pH ആണ് വരേണ്ടത്, ഇവിടെ pH ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്, ഈ കാർബോണിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറിയിട്ട് ആ പോർസിലൂടെ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ pH കൂടിയിട്ടുണ്ടെങ്കിൽ അത് ആൽക്കലൈൻ pH ആവും. അങ്ങനെ ആൽക്കലൈൻ pH ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗിൻ്റെ നമ്മുടെ ആൽബുമിൻ്റെ തിക്ക് ആൽബുമിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഫൈബേഴ്സിനെയൊക്കെ ഇത് പോയിട്ട് ആൾട്ടർ ചെയ്യും. അങ്ങനെ ഫൈബേഴ്സിനെ ആൾട്ടർ ചെയ്യുമ്പോൾ എഗ്ഗ് യോക്ക് എക്സ്പാൻഡ് ചെയ്യും. എഗ്ഗ് യോക്ക് എക്സ്പാൻഡ് ചെയ്ത് അതെന്താണ്, ആ നമ്മുടെ മെംബ്രെയിൻ ഉണ്ടല്ലോ, ആ മെംബ്രെയിൻ അവിടെ വൈറ്റലിൻ മെംബ്രെയിൻ അവിടെ ബ്രേക്ക് ചെയ്യും. അതാണ് നമ്മൾ മോശമായിട്ടുള്ള മുട്ടയിനകത്ത് മഞ്ഞ കലങ്ങിയിട്ടുണ്ടാവും എന്ന് നമ്മൾ പറയാറില്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാലം അത് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ pH ആൽക്കലൈൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അവിടെ ആൽക്കലൈൻ pH കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ആൽക്കലൈൻ pH ഉണ്ടാകുമ്പോൾ ആ മ്യൂസിൻ ഫൈബേഴ്സിനൊക്കെ അത് പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ തിക്ക് ജെൽ ഓഫ് ആൽബുമിൻ എന്തായിട്ട് മാറും, തിന്നായിട്ട് വാട്ടറി ആയിട്ട് മാറും. ഈ വാട്ടറൊക്കെ എവിടെ പോകും, ഇതിനെ ഡിസ്റ്റർബ് ചെയ്യും, നമ്മുടെ എഗ്ഗ് യോക്കിനെ ഡിസ്റ്റർബ് ചെയ്യും. ഈ വാട്ടർ ആൽബുമിൽ നിന്ന് യോക്കിലോട്ട് പോകും. എന്നിട്ട് ആ വൈറ്റലിൻ മെംബ്രെയിൻ ഓവർ സ്ട്രെച്ച്ഡ് ആവും, അത് പൊട്ടിപ്പോവും. അതാണ് അവിടെ നടക്കുന്നുള്ളത്. അപ്പോൾ ഒരുപാട് കാലം നമ്മൾ എഗ്ഗ് വെച്ചാൽ ഇതാണ് നടക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ സംഭവം എന്താ നടക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അത് നടക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് നമ്മുടെ ആ പോർസിനെ അടച്ചു വെക്കണം എപ്പോഴും. അത് അടച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ എഗ്ഗ് ഫ്രഷ് ആയിരിക്കും. എത്രത്തോളം നമ്മൾ കീപ്പ് ചെയ്യുന്നു അത്രത്തോളം അവിടെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ലോസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കൺസ്യൂമറിലേക്ക് എത്തുക എന്നാണ് ഒന്ന്. പിന്നെ നമ്മൾ ഒരുപാട് കാലം വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പോർസ് നമ്മൾ അടക്കാനുള്ള പരിപാടികൾ നോക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എഗ്ഗ് ക്ലീനിങ്ങിലോട്ട് വരാം. ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താണ് ഡേർട്ടി ആയിട്ടുള്ള എഗ്സിനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. എന്താണ്, മെക്കാനിക്കൽ വീൽ യൂസ് ചെയ്തിട്ട്. ഇപ്പം അത് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ അത് ചെയ്യുമ്പോൾ നമ്മുടെ ഷെല്ല് തിന്നാവുകയാണ് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഷെല്ല് തിന്നാവുമ്പോൾ അവിടെ മോശമാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വാം വാട്ടറിൽ വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് 1 to 2 minutes മാത്രം അത് ജസ്റ്റ് ഒന്ന് നമ്മൾ 3 to 4 minutes ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഓൺലി ഡ്രൈഡ് എഗ്സ് ആണ് നമ്മൾ എന്താണ് വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നെ എന്താണ്, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മൈക്രോബിയൽ ലോഡ് നമുക്ക് ഇവിടെ നിന്ന് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഓയിൽ ട്രീറ്റ്മെൻറ്റ്. അതായത് ഈ എഗ്ഗിൻ്റെ സർഫസിൽ നമ്മൾ ഓയിൽ കോട്ട് ചെയ്യും. അങ്ങനെ ഓയിൽ കോട്ട് ചെയ്താൽ നമുക്ക് ഷോർട്ട് ടേം സ്റ്റോറേജിനൊക്കെ നല്ലതാണ്. അതായത് റെഫ്രിജറേറ്റ് ഒന്നും ചെയ്യാണ്ട് നമുക്കിങ്ങനെ സൂക്ഷിച്ചാൽ നല്ലതാണ്. അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ കോട്ട് ചെയ്താൽ ആ പോർസൊക്കെ അടഞ്ഞു വെക്കും. അങ്ങനെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമില്ല, അവിടെ ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ കോട്ടിങ് ചെയ്യേണ്ടത്, ഓയിൽ ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടത് ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗ് ലേ ചെയ്തിട്ട് കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലോസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലോസ് നമുക്കവിടെ തടയാൻ സാധിക്കും. ഈ എഗ്ഗ് എന്ന് പറയുന്നത്, ഓയിൽ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഗ്രൗണ്ട് നട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഏതെങ്കിലും എന്താണ്
എഗ് കോട്ടിംഗ് ഓയിൽ എന്ന് പറയുന്നത് കളർലെസ് ആയിട്ടുള്ള ഒരു ഓയിലായിരിക്കണം, അതുപോലെ തന്നെ ഓർഡർലെസ് ആയിരിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഓയിലിലേക്ക് ഡിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ സ്പ്രേ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ കോട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് ഓയിൽ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. എക്സസ് ഓയിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളിത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഡേയ്സ്, ഒരു അറ്റ്ലീസ്റ്റ് 7 days ഒക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അവിടെ സൂക്ഷിക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ലോങ് ടേമിലൊക്കെ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കോൾഡ് സ്റ്റോറേജ് ഒക്കെ ആണ് നമുക്ക് ഒരുപാട് കാലം അത് ഇതുപോലെ ഒരുപാട് കാലം നമുക്കതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് എങ്ങനെയെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഫ്രീസിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ എഗ് ഷെല്ല് ബ്രോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 40 degree സെൽഷ്യസിലൊക്കെയാണ് നമ്മളിത് വെക്കേണ്ടത്. 14 degree സെൽഷ്യസിൽ ഓക്കെയാണ്. പിന്നെ എങ്ങനെയെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രൂട്ടി ഓർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ റോട്ടൺ എഗ് സ്മെല്ലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, എർത്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്മെല്ലാണ്, വളരെ മോശമായിട്ടുള്ള സ്മെല്ലാണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എഗ് യോക്ക് ബ്രോക്കൺ ആയിട്ടുണ്ടാവും. പിന്നെ ഒന്നാണ് ഇമ്മേർഷണൽ ലിക്വിഡ്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. ഇമ്മേർഷണൽ ലിക്വിഡ്സ് റൂറൽ കണ്ടീഷനിലൊക്കെ അവർ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഒന്ന് ലൈം വാട്ടർ ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഒന്ന് വാട്ടർ ഗ്ലാസ് ഇമ്മേർഷൻ മെത്തേഡ്. ആദ്യം ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോയിലിംഗ് വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് 1 kg ക്വിക്ക് ലൈം ആഡ് ചെയ്യണം. ക്വിക്ക് ലൈം എന്ന് വെച്ചാൽ കാൽഷ്യം ഓക്സൈഡ് അല്ലേ, ആ ക്വിക്ക് ലൈം നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് കൂൾ ചെയ്യണം. അങ്ങനെ കൂൾ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ 5 liters ഓഫ് വാട്ടർ എടുത്തിട്ട് 250 gram സാൾട്ട് ആഡ് ചെയ്യണം. 250 gram സാൾട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ക്ലോത്ത് വെച്ചിട്ട് നമ്മളതിനെ ഫിൽറ്റർ ചെയ്യണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ എഗ്ഗിനെ ഡിപ്പ് ചെയ്യണം. ഒരു ഓവർനൈറ്റ് നമ്മളതിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു കാൽഷ്യം കാർബണേറ്റിൻ്റെ ഒരു ലെയർ കൂടി നമ്മുടെ ഷെല്ലിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ കുറച്ചുകൂടി കട്ടിയിലുള്ള ഷെല്ലായിട്ട് മാറും. അപ്പോൾ അവിടെ പോർസും അടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് സാധാരണ റൂം ടെമ്പറേച്ചറിനകത്ത് തന്നെ ഒരുപാട് കാലം അതിനെ കീപ്പ് ചെയ്യാൻ സാധിക്കും. കാൽഷ്യം ഓക്സൈഡ് അല്ലേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ബോയിലിംഗ് വാട്ടറിലേക്ക് കാൽഷ്യം ഓക്സൈഡ് ക്വിക്ക് ലൈം നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒരു 5 liter വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് 250 gram സാൾട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് നമ്മുടെ ഈ എഗ്ഗിനെ നമ്മളതിൽ കീപ്പ് ചെയ്ത് വെക്കുന്നു. അതാണ് ലൈം വാട്ടർ ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ആണ് വാട്ടർ ഗ്ലാസ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ എന്ന് പറയുമ്പോൾ 10% സൊല്യൂഷൻ ഓഫ് സോഡിയം സിലിക്കേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എഗ്ഗിൻ്റെ പുറത്തൊരു സിലിക്ക നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ പോർസൊക്കെ അടയുന്നു. അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ദ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ എഗ് യൂസിങ് സോഡിയം സിലിക്കേറ്റ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നത് വാട്ടർ ഗ്ലാസ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് എഗ്ഗിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സ്പോയിലേജ് ഓഫ് എഗ്ഗ് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ മുന്നത്തെ ഒരു PYQ ആയിട്ട് ഗ്രീൻ റോട്ട് കാണപ്പെടുന്നത് എങ്ങനെയാണ്, ഏത് ഓർഗാനിസം കാരണമാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന ഓർഗാനിസം കാരണമാണ് അത് വന്നത്. അപ്പോൾ അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ സ്പോയിലേജിൽ കൂടി ഒന്ന് പോയി നോക്കുക. കാരണം സിലബസിൽ ഇല്ലാഞ്ഞിട്ടും അത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ഏത് ഓർഗാനിസം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏതായിരുന്നു സ്യൂഡോമോണാസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന ഓർഗാനിസമാണ് അവിടെ അത് കോസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ പല ഓർഗാനിസംസ് പലതരത്തിലുള്ള കളേഴ്സ് അവിടെ കോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റെഡ് റോട്ടൊക്കെ ഉണ്ടെങ്കിൽ സെറേഷ്യ സ്പീഷീസാണ്. ആണ് കോസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ സമയം ഇതൊക്കെ പഠിച്ച് സിലബസിനകത്ത് ഉള്ളത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സമയം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ സ്പോയിലേജ് ഓഫ് എഗ്ഗ് കൂടി ഒന്ന് നോക്കി വെക്കുക. അതായത് പലതരത്തിലുള്ള സ്മെല്ലുണ്ട്, ആ സ്മെല്ല് കോസ് ചെയ്യുന്നുള്ളത് ആരാണ്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ സിലബസിനകത്തുള്ളത് പഠിച്ചിട്ട് ടൈം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് പുറത്തുനിന്നൂടെ പഠിച്ചു നോക്കാം. സോ നെക്സ്റ്റ് നമ്മുടെ മീറ്റ്, അതുപോലെ തന്നെ പോൾട്രി, ഫിഷ്, അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. സോ താങ്ക് യു.